ഹായ്, വെൽക്കം ടു എജുവേൾഡ് ക്ലാസ്സസ്. സോ നമ്മളിന്ന് ഹോം സയൻസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേ ഇൻ ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. സോ നമ്മൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ്, ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് ചിൽഡ്രൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സോ ഇനി അടുത്തത് പ്ലേ. കുട്ടികളിലെ കളികൾ എങ്ങനെയാണ് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നത്. സോ അപ്പോൾ അതിനുമായിട്ട് ആദ്യം എന്താണ് പ്ലേ നോക്കാം. All children play. It would be rare and very surprising to see a group of children sitting together quietly without doing anything. Even if a child is alone, you can be sure that she would find something or the other to play with. Not only children but adults also play. What do we mean by play? So എല്ലാ കുട്ടികളും എന്ത് ചെയ്യാറുണ്ട്, കളിക്കാറുണ്ട്. നമുക്ക് ഒരു കുട്ടി വെറുതെ ഇരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സങ്കല്പിക്കാൻ പറ്റില്ല. എപ്പോഴും അവരെന്താണ് ആക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവരുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് ഉപയോഗിച്ച് അവരുടെ രീതിയിൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, കളിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അത് ഒറ്റയ്ക്കായിരിക്കും, ഒരു കുട്ടി ഒറ്റയ്ക്കായിരിക്കും, ചിലപ്പോൾ കൂടെയുള്ള ആരെങ്കിലുമായിട്ട് അല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ടോ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ പുറത്ത് കാണുന്ന കുട്ടികളുമായിട്ടോ എല്ലാവരും എന്ത് ചെയ്യാൻ നോക്കും, കളിക്കാൻ നോക്കും. സോ ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കില്ല കളിക്കുന്നത്. ഒരു അഞ്ച് മാസമുള്ള ഒരു കുട്ടി കളിക്കുന്ന രീതി ആയിരിക്കത്തില്ല ഒരു 3 വയസ്സുള്ള കുട്ടി കളിക്കുന്നത്. സോ അപ്പോൾ അതിൽ ഡിഫറൻസ് ഉണ്ടാകും. സോ അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 മന്ത് 5 മാസമുള്ള ഒരു കുട്ടിയെ നമ്മൾ തറയിലൊരു പാവിരിച്ചോ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചോ കിടത്തി കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങും, കാലിട്ടടിച്ച് അല്ലെങ്കിൽ ആ ബെഡ്ഷീറ്റ് വായിലോട്ട് അല്ലെങ്കിൽ ഗ്രാബ് ചെയ്ത് അത് ഹോൾഡ് ചെയ്ത് അത് വായിലോട്ട് കൊണ്ടുവന്ന് അത് സക്ക് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ അത് അമ്മ അതെടുത്ത് മാറ്റുകയാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, എന്താണോ കൈ കിട്ടുന്നത് അല്ലെങ്കിൽ ടോയ്സ് കൊടുത്താൽ അത് എടുത്ത് വായിലിടാൻ നോക്കും. സോ അങ്ങനെ പല രീതിയിലുള്ള കളികളിൽ അവർ ഏർപ്പെടാറുണ്ട്. സോ പക്ഷേ അതേസമയം 8 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല അല്ലേ. സോ അവർ അവർക്ക് ആവശ്യമായിട്ടുള്ള ബോൾ ക്യാച്ച് ചെയ്ത് കളിക്കുക അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക, സോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള രീതിയിലുള്ള കളികൾ കളിക്കാൻ തുടങ്ങും. സോ അപ്പോൾ പല രീതിയിലായിരിക്കും പല ഏജിലുള്ള കുട്ടികൾ അവർ കളിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് പ്ലേയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. പ്ലേ ഈസ് ഫൺ. ഒരു ഫൺ ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഫണ്ണായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു തമാശ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലഷർ കിട്ടുന്ന ഒരു ആക്ടിവിറ്റിയാണ് പ്ലേ എന്ന് പറയുന്നത്. എനി ആക്ടിവിറ്റി ദാറ്റ് ദ ചൈൽഡ് ഫൈൻഡ് എൻജോയബിൾ ഈസ് പ്ലേ. സോ കുട്ടിക്ക് അത് നമ്മൾ ബേസിക്കലി പുറത്തു നിന്ന് നോക്കുന്ന ആൾക്ക് അത് കളിയായിട്ട് തോന്നത്തില്ലായിരിക്കും, പക്ഷേ കുട്ടി അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, പ്ലേ എന്ന് പറയാം. എനി ആക്ടിവിറ്റി ദാറ്റ് ദ ചൈൽഡ് ഫൈൻഡ് എൻജോയബിൾ ഈസ് പ്ലേ. The same activity can be play or work for different people. For example, for a carpenter, making a wooden table is work, but for another person who is doing it for enjoyment, it is a hobby. So ഒരു ജോലി അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അത് പ്ലേ ആവണോ അല്ലെങ്കിൽ അത് ജോബ് ആവണോ അല്ലെങ്കിൽ വർക്ക് ആവണോ എന്ന് ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അല്ലേ. ഒരു കാർപ്പൻ്ററിന് ഒരു ടേബിൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് അയാളുടെ ജോലിയാണ്. സോ അത് അയാൾക്ക് ആ ജോലി അയാളുടെ ഭാഗമായിട്ട് തോന്നും. പക്ഷെ അത് ചിലർക്കുണ്ടല്ലേ പാഷനേറ്റായിട്ട് അത് ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി കിട്ടും. സോ അത് ഹോബീസായിട്ട് ചെയ്യുന്നവരുണ്ട്. സോ അപ്പോൾ അതെന്തായിട്ട് മാറും, ഒരു പ്ലേ ആയിട്ട് മാറും. The same activity can be play or work for person under different situation. For instance, when children learn the denominations of coin in the classroom, they are working. But they play a game of selling and buying vegetables and the process learn about denominations of coins. The activity is play. So കുട്ടികൾക്ക് നമ്മൾ സ്കൂളുകളിൽ ഡിനോമിനേഷൻസ് പഠിപ്പിക്കാറുണ്ടല്ലേ. എന്തെങ്കിലും ഒരു ക്യാഷ് കൊടുക്കുകയോ അല്ലെങ്കിൽ ക്യാഷിൻ്റെ പ്ലേ ഒക്കെ ചെയ്യുക ഓരോന്നും ചെയ്യാറുണ്ട്. നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ബാലൻസ് എത്രയുണ്ട് അല്ലെങ്കിൽ ഒരു അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികൾക്ക് പഠിപ്പിക്കാറുണ്ട്. സോ അത് അവരൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അത് എന്തായിട്ട് തോന്നത്തില്ല, ഒരു കളിയായിട്ട് തോന്നത്തില്ല, അവർ പഠിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ അതേസമയം അത് അവരെന്ത് ചെയ്യണം, ഒരു കളി അവർ വെജിറ്റബിൾ വിൽക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ അപ്പം അവരുടെ അടുത്ത് എന്ത് ചെയ്യും, ക്യാഷ് കൊണ്ടുവരുന്നു, അതിൻ്റെ ബാലൻസ് കൊടുക്കുന്നു. ആ രീതിയിൽ എന്ത് ചെയ്യും, അവർ ഡിനോമിനേഷൻസ് പഠിക്കുക അല്ലെങ്കിൽ കോയിൻസ് വാല്യൂസൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് കലയിലൂടെയാണ് അവർ പഠിക്കുന്നത്. സോ അത് കുറച്ചുകൂടെ അവർക്ക് ഫണ്ണായിട്ട് തോന്നും, അല്ലെങ്കിൽ എൻജോയബിളായിട്ട് അവർക്ക് തോന്നും. സോ പ്ലേ എന്ന് പറയുന്നതാണ് ഫണ്ണാണ്. സോ എൻജോയബിൾ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്ലേ എന്ന് പറയുന്നത്. സെക്കൻഡ്ലി, പ്ലേ ഈസ് എൻജോയബിൾ ഫോർ ഇറ്റ്സ് ഓൺ sake. It is its own reward. Play activities provide satisfaction to children. പ്ലേ എന്ന് പറയുന്ന നേരത്തെ അതിൻ്റെ സെയിം ഇതിൽ അതെന്താണ്, ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഫാക്ടറാണ്. അതിൽ ആ പ്ലേയുടെ റിവാർഡ് എന്ത് ചെയ്യും, അതിന് കിട്ടുന്നുണ്ട്. കുട്ടികളിൽ ആ ആക്ടിവിറ്റിയിലൂടെ എന്ത് കിട്ടുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. വെൻ എ ചൈൽഡ് ജംപ് ഫ്രം എ സ്റ്റെപ്പ് ആൻഡ് ദെൻ ക്ലൈം ബാക്ക് ടു ജംപ് അഗൈൻ, ഷീ ഈസ് ഡൂയിങ് ഇറ്റ് സിംപ്ലി ബിക്കോസ് ഷീ ഈസ് എൻജോയിങ് ഇറ്റ്. സോ ഒരു കുട്ടി ഒരു സ്റ്റെപ്പിൽ നിന്ന് ചാടുന്നു അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും ക്ലൈംബ് ചെയ്ത് ജമ്പ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും സ്റ്റെപ്പുകളിൽ നിന്ന് കളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്
കുട്ടികൾക്കത് സിമ്പിളായിട്ട് അവർ എൻജോയ് ചെയ്ത് ചെയ്യുമായിരിക്കും. സോ അത് അവർക്ക് എന്തായിട്ട് തോന്നും, അത് എൻജോയബിൾ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നല്ലൊരു പ്ലേ ആയിട്ട് അല്ലെങ്കിൽ കളിയായിട്ടുള്ള രീതിയിൽ അവർക്ക് തോന്നും. പക്ഷെ പുറമേ നിന്ന് കാണുന്നവർക്ക് അതെന്താണ്, അവർ ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ബോഡി ഇട്ട് ഇതാക്കുന്നു എന്നൊക്കെ തോന്നും. ഷീ ഈസ് നോട്ട് ഷോയിങ് ഹെർ സ്കിൽ ടു ഗെറ്റ് പ്രൈസ് ഓർ ടു വിൻ എ പ്രൈസ്. സോ ഇനി ഇത് ചെയ്യുന്നത് കുട്ടിക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കുന്നത് കൊണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടും, സെക്കൻഡ് പ്രൈസ് കിട്ടും, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. സോ ആ ചെയ്യുന്ന പ്ലേക്ക് അത് എൻജോയബിളാണ്, അതിൻ്റെ റിവാർഡ് അതിന് കിട്ടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ദ ചൈൽഡ് ഈസ് ഡെവലപ്പിംഗ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ സ്കിൽസ് ത്രൂ ദിസ് മേ നോട്ട് ഹാവ് ബീൻ ദ ചൈൽഡ് ഗോ. പക്ഷേ ഇത് ചെയ്യുന്ന സമയം തന്നെ കുട്ടിക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയുടെ ആ ചാടുകയും അല്ലെങ്കിൽ ജമ്പ് ചെയ്യുകയും അല്ലെങ്കിൽ ക്ലൈംബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഫിസിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ മോട്ടോർ സ്കിൽസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കുട്ടി അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഞാനിത് ചെയ്യുന്ന എനിക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് വരട്ടെ അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെൻറ്റ് വരട്ടെ എന്ന് വിചാരിച്ചല്ല കുട്ടി അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതല്ല ആ കുട്ടിയുടെ ലക്ഷ്യം. അവർ ജസ്റ്റ് എൻജോയബിൾ അല്ലെങ്കിൽ അത് ചെയ്യുന്നത് വഴി അവർക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നു, അതുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. പ്ലേ ഈസ് ദാറ്റ് ആക്ടിവിറ്റി ഇൻ വിച്ച് പാർട്ടിസിപ്പേഷൻ ഈസ് സ്പോണ്ടേനിയസ് ആൻഡ് ഓഫ് ദ ചിൽഡ്രൻ ഓൺ വിൽ. സോ ഇതെന്താണ്, കളിയെന്ന് പറയുന്നത് ഇതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ സ്വന്തം ഇഷ്ടത്തിനായിരിക്കും എന്ത് ചെയ്യുന്നത്, കളിക്കുന്നത്. നമ്മൾ നിർബന്ധിച്ചാലും കുട്ടികൾ എന്ത് ചെയ്യാറില്ല, പോകാറില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരത് എന്ത് ചെയ്യാറുള്ളൂ, കളിക്കാറുള്ളൂ. ഷീ ഹാസ് നോട്ട് ബീൻ ഫോഴ്സ്ഡ് ടു പാർട്ടിസിപ്പേറ്റ്. ഓൾസോ ദ പാർട്ടിസിപ്പേഷൻ ഇസ് ആക്റ്റീവ് ഓൺലി ഇഫ് ദ ചൈൽഡ് ഈസ് ഡൂയിങ് സംതിങ് വിൽ ദ ആക്ടിവിറ്റി ബി കൺസിഡർഡ് പ്ലേ. സോ കുട്ടിയുടെ ഇഷ്ടത്തിൽ ആ ആക്ടിവിറ്റി ചെയ്യുന്നതിനാണ് നമുക്ക് കളികൾ അല്ലെങ്കിൽ പ്ലേ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ ഓഫ് പ്ലേ ഇൻ ഡെവലപ്മെൻ്റ് ആണ്. കുട്ടികളിൽ ഏതൊക്കെ ഡെവലപ്മെൻറ്റിന് കളികൾ കാരണം ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നാണ് നോക്കുന്നത്. സോ പ്ലേ പ്രൊമോട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. കളികളിലൂടെ കുട്ടികളുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യും. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രൊമോഷന് സഹായിക്കും പ്ലേ. യു നോ ദാറ്റ് ചിൽഡ്രൻ ആർ ക്യൂരിയസ് ബൈ നേച്ചർ. പ്ലേ സിറ്റുവേഷൻ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ഹാൻഡിൽ ആൻഡ് എക്സാമിൻ ഒബ്ജക്ട്സ് ആൻഡ് എക്സ്പ്ലോർ ദ സറൗണ്ടിങ് which help children to find answer to the questions in their mind and to understand the reason why things happen the way they do. By allowing children to play as they like, we help them in learning. Play allows children to discover and learn for themselves. To discover means to find out about things and events for oneself. സോ കുട്ടികളെന്ന് പറയുന്നത് അവരുടെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ക്യൂരിയസ് ആണ്. സോ അവർക്ക് എല്ലാ കാര്യം എന്താണ് എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. സോ നമ്മൾ പ്ലേ സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഒബ്ജക്റ്റ് എന്താണ് അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്ങിലുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ തിരിച്ചറിയാനുള്ളൊരു അവസരം കിട്ടുകയാണ്. ഇത് കുട്ടികളിൽ അവരുടെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യാം, ക്ലാരിഫൈ ചെയ്യാൻ സഹായിക്കും. സോ അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നത്, സോ രാധ എന്ന് പറയുന്നൊരു കുട്ടിയാണ് ഒരു ലാഡറിൻ്റെ അടുത്തിരുന്ന് കളിക്കുവാണ്. സോ ഒരു മതിലിൽ ഇങ്ങനെ ഒരു ലാഡർ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. സോ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ക്ലേ പോട്ട്, ഒരു മൺകല ഇരിക്കുന്നു. സോ അവളതെന്ത് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ചെളി നിറയ്ക്കുക അല്ലെങ്കിൽ വെള്ളമൊക്കെ നിറച്ച് ഇങ്ങനെ കളിക്കാൻ നോക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അതെന്ത് ചെയ്യും, ആ ലാഡറിൻ്റെ ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ട് അതിനെ അവിടെ ബാലൻസ് ചെയ്യാൻ നോക്കുന്നു. സോ അപ്പോൾ ആദ്യം അതെന്ത് ചെയ്യും, ബാലൻസ് ചെയ്യാതെ അത് തറയിൽ വീണ് അത് പൊട്ടിപ്പോകുന്നു. സോ അപ്പോൾ അതവിടെ വെച്ചപ്പോഴത്തേക്ക് ബാലൻസ് ഇല്ലാതെ തറയിൽ വീണ് പൊട്ടിപ്പോയി. പിന്നീട് എന്ത് ചെയ്യുന്നത്, ആ കുട്ടി വീണ്ടും അതിൽ നിന്ന് പൊട്ടിയൊരു പീസിൽ നിന്ന് ഏറ്റവും വലിയൊരു പീസ് എടുത്ത് വീണ്ടും അവിടെ എടുത്ത് വെച്ച് ബാലൻസ് ചെയ്യാൻ നോക്കുന്നു. സോ അപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യുന്നു, പൊട്ടുന്നു. അങ്ങനെ അത് മാക്സിമം അതിൻ്റെ അവസാനത്തെ പീസിൽ എത്തുമ്പോഴത്തേക്ക് അത് തറയിൽ വീഴുമ്പോൾ മാത്രം പൊട്ടുന്നില്ല. ഏറ്റവും ലാസ്റ്റ് അത്രയും നേരം അയാൾ എന്ത് ചെയ്തു, അത് റിപ്പീറ്റ് ചെയ്തു. അതെന്തുകൊണ്ടാണ് അവിടെ ആ കുട്ടി അത് ചെയ്തത്, അത് ക്യൂരിയോസിറ്റി. സോ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ ഇരുന്നാൽ ഇനി വീഴുമ്പോൾ അത് ചെറുതാകുമോ, ഇനിയും ചെറിയ പീസാകുമോ, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ കുട്ടി ആ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുന്നത്. Her curiosity may lead her to ask somebody why the pieces always fell down and broke and why the last piece did not break. So ആ ഒരു ക്യൂരിയോസിറ്റി വന്നല്ലേ, ആദ്യം എല്ലാ പീസുകളും വലിയ പീസുകളെല്ലാം വെച്ചപ്പോൾ തറയിൽ വീണ് എന്ത് ചെയ്തു, ചെറിയ ചെറിയ പീസുകളായിട്ട് പോയി. പക്ഷേ ഏറ്റവും അവസാനത്തെ ചെറിയ പീസ് വെച്ചപ്പോഴത്തേക്ക് അതെന്ത് ചെയ്തില്ല, അത് മാത്രം പൊട്ടിയില്ല. അതെന്താണ്, ഷീ ഈസ് സർട്ടൻ ടു ഹാവ് മെനി സിമിലർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഹെർ പ്ലേ ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് ഹെർ ഇൻ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഹാപ്പൻ ടു തിങ്സ് വെൻ ദേ ഫോൾ. സോ ഈ ഒരു ഇത് എന്താണ്, കുട്ടി കളിയിലൂടെയാണ് ഇതെല്ലാം ചെയ്ത് പഠിച്ചത്. സോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും, ഇനി ഒരു ക്ലേ പോട്ട് കൈ കിട്ടിയാൽ അതെന്ത് ചെയ്യും, അത് തറയിൽ വീണാൽ അത് പൊട്ടിപ്പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കി എടുക്കും.
സോ ആ ഒരു സ്റ്റേജിൽ കുട്ടി എന്ന് മനസ്സിലാക്കി ആ ഒരു സ്മോളർ പീസ് എന്ത് ചെയ്തില്ല, പൊട്ടുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഫോഴ്സിൽ എറിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ശക്തിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടുമെന്ന് പിന്നീട് മനസ്സിലാക്കണം. സോ ഇൻ പ്ലേ ചിൽഡ്രൻ ഹാവ് ദ ഫ്രീഡം ടു ചൂസ് തിങ്സ് വിച്ച് ആർ ഓഫ് ഇൻട്രസ്റ്റ് ടു ദം. സോ കളിയിലാവുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അവർക്ക് എന്ത് ചൂസ് ചെയ്യാം, അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം ഉണ്ടല്ലേ എന്ത് കളി കളിക്കണം എന്നുള്ളത്. ദേ വിൽ ചൂസ് ദോസ് ആക്ടിവിറ്റീസ് ഫോർ പ്ലേ ദാറ്റ് ആർ നൈദർ ടു സിമ്പിൾ നോർ too tough as they would challenging and interesting. In this way, the learning thinks that they are ready to learn. Thus, learning become a pleasure and not a burden. So, ഈ ഒരു രീതിയിൽ നമ്മൾ കളിയിലൂടെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഡിനോമിനേഷൻസ്, ക്യാഷിൻ്റെ ഓരോ ഡിനോമിനേഷൻസോ 100 രൂപ കൊടുത്തു അല്ലെങ്കിൽ 50 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു, ബാക്കി എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊരു ഇത് ക്ലാസ്സിലിരുത്തി നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്താണോ അതൊരു വർക്കായിട്ട് തോന്നും. പക്ഷേ കളി രീതിയിൽ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സെല്ലറാണ്. സോ അപ്പോൾ ഒരു ബയർ വന്നു, അയാൾക്ക് 50 രൂപ തന്നു, 100 രൂപ തന്നു, 50 രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചു. സോ അപ്പോൾ ബാക്കി എത്ര കൊടുക്കണം എന്നത് നമ്മൾ എന്ത് ചെയ്യും, കളിയിലൂടെ പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും, അവർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇൻ ദിസ് വേ ദ ലേണിംഗ് തിങ്സ് ദാറ്റ് ദേ ആർ റെഡി ടു ലേൺ. ദസ് ലേണിംഗ് ബിക്കം എ പ്ലഷർ ആൻഡ് നോട്ട് എ ബിൽ. സോ ഇങ്ങനെ പഠിപ്പിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും, ഒരു ലേണിംഗ് എന്ന് പറയുന്നത്, പഠിത്തം എന്ന് പറയുന്ന ഒരു പ്ലഷർ രീതിയാവും, ഒരു ഭാരം എന്നുള്ള രീതി മാറും. It must be emphasized that the play helps children to learn by doing. This leads to a better understanding of concept than when the child is simply told about it without for allowed to try it out. You would understand this from your own experience. For example, cooking something is a different experience from merely hearing a recipe from a friend. Similarly, if you had just told Radha that a small piece of baked clay would not break on falling, it is not most likely that she would not have understood or even be interested. So, കുട്ടികളെ കളിയിലൂടെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ലേൺ ബൈ ഡൂയിങ്. സോ ചെയ്ത് കൊണ്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊടുത്ത് കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത് പ്ലേയിലൂടെ കളിപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ്. സോ ഇത് കുട്ടികൾക്ക് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഒരു റെസിപ്പി കേൾക്കുന്നത് ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസാണ്. പക്ഷേ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ആ എക്സ്പീരിയൻസ് കിട്ടുന്നത്. കേട്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലായി അല്ലെങ്കിൽ കുറേയൊന്നും മനസ്സിലാവത്തില്ല ഇരിക്കാം. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നതിലൂടെ അതിന് എന്ത് ചെയ്യുന്നത്, അത് പ്രാക്ടീസ് ആവുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ രാധ നമ്മൾ പറയുകയാണ്, ക്ലേ ഒബ്ജക്റ്റുകൾ തറയിൽ വീണാൽ പൊട്ടും, അത് പൊട്ടി. സോ സ്മോളർ പീസസ് ആകുമ്പോഴത്തേക്ക് അത് പൊട്ടില്ല. സോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ കുട്ടിക്ക് അത് എന്ത് ചെയ്യത്തില്ല, കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അത് അയാൾ ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്യും, അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ, അല്ല അതൊരു കളി ആയതുകൊണ്ട് അതിൽ നിന്ന് കുട്ടിക്ക് പല രീതിയിലുള്ള കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്ത് എടുക്കാം. ഇനി റോൾ ഓഫ് ദ കെയർ ഗീവർ ആണ്. ദ ഫാക്ട് ദാറ്റ് ചിൽഡ്രൻ ലേൺ ഡ്യൂറിങ് ദ പ്ലേ ഡസ് നോട്ട് മീൻ ദാറ്റ് ദ കെയർ ഗീവർ ഹാസ് നോ റോൾ ഇൻ ഹെൽപ്പിംഗ് ചിൽഡ്രൻ ലേൺ ത്രൂ പ്ലേ. Caregiver is needed to help the children understand their discoveries. സോ ഒരു കെയർ ഗീവർ ഉണ്ടെങ്കിൽ അത് കെയർ ഗീവറിൻ്റെ റോൾ എന്താണ്, ആ ഒരു കുട്ടി ആ കളിയിലൂടെ കാര്യങ്ങൾ പഠിക്കുക എന്ന് ചിലപ്പോൾ നമുക്ക് പറയാമല്ലോ. ചിലപ്പോൾ ആ കുട്ടിക്ക് അത് മനസ്സിലാവും അത് ചെയ്യുമ്പോൾ, ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരത്തില്ല, കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് ചിലപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കെയർ ഗീവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഹെൽപ്പ് ദ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദെയർ ഡിസ്കവറീസ്. സോ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണെന്ന് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ചിലപ്പോൾ സംഭവിക്കും. നമ്മൾ നേരത്തെ രാധയുടെ കാര്യം പറഞ്ഞ കണക്ക് ചിലപ്പോൾ രാധയ്ക്ക് മനസ്സിലാവത്തില്ലായിരിക്കും അല്ലേ, സ്മോളർ പീസസ് പൊട്ടില്ല എന്ന് ചിലപ്പം മനസ്സിലാവാം. ഇപ്പോൾ ഒരു കെയർ ഗീവർ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്ത് കൊടുക്കുന്നു, രാധ കണ്ടുപിടിച്ച കാര്യം അവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു. സ്മോളർ പീസസ് ആണ്. സോ ഇനി അത് പൊട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഫോഴ്സിൽ എറിഞ്ഞാൽ മാത്രമേ അത് ഇനിയും പൊട്ടത്തുള്ളൂ എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നു, ഒരു കെയർ ഗീവറിന് കറക്റ്റായിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ്ട് ഹെൽപ്പ് ദ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദ ഡിസ്കവറീസ്. അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ അവർ പുതിയതായിട്ട് അവർ ചെയ്യുന്നതിലൂടെ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ അവരത് നെഗ്ലക്റ്റ് ചെയ്യും, ആ റീസൺ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിസ്കവറീസ് അവരിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത എക്സ്റ്റെൻഡ് ദ ചൈൽഡ് ഡിസ്കവറി. സോ എക്സ്റ്റെൻഡ് ദ ചൈൽഡ് ഡിസ്കവറി. സോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, രാധയെടുത്ത് നമ്മൾ പറയുകയാണ്, ഇപ്പോൾ തറയിൽ എറിഞ്ഞതിന് പകരം ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വെള്ളത്തിലോട്ട് ആ പോട്ട് എറിയാൻ പറയും. സോ അപ്പോൾ പോട്ട് എറിയാൻ പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് പൊട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ആ കുട്ടിയുടെ കണ്ടെത്തിയ കാര്യങ്ങളെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് അതിന്
സോ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിസ്കവറി. സോ അവർക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് പിന്നീട് കുട്ടികൾക്ക് കളിക്കുന്ന ഒബ്ജക്റ്റുകൾ കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കും, തറയിലെറിഞ്ഞാൽ ഇത് പൊട്ടും. സോ അല്ലെങ്കിൽ അപ്പോൾ അത് അവർ ഹാൻഡിൽ ചെയ്യാൻ നോക്കും. സോ അപ്പോൾ കെയർ ഗീവർ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇനി എല്ലാം തന്നെ നമുക്ക് എന്താണ് കുട്ടികൾ തന്നെ കണ്ടുപിടിക്കട്ടെന്ന് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാം, കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റോൾ കെയർ ഗീവർ എന്ത് ചെയ്യാം, ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തുകൊണ്ട് അത് ഒരു ഡിസ്കവറിയിലോട്ട് കൊണ്ടുപോയി കുട്ടികളിൽ അത് കളിയിലൂടെ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം വെള്ളത്തിൽ കളിക്കുന്നു. സോ അപ്പോൾ വെള്ളത്തിൽ കളിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യും, വെള്ളത്തിൽ മുങ്ങുന്ന ഒബ്ജക്റ്റുകൾ കൊടുക്കുന്നു, അതുപോലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കൊടുക്കുന്നു. സോ അപ്പോൾ അങ്ങനെ ഇത് ഒബ്ജക്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അവരിത് വെള്ളത്തിലിട്ട് നോക്കുന്നു. അപ്പോൾ ചില ഒബ്ജക്റ്റുകൾ പൊങ്ങുന്നു, ചില ഒബ്ജക്റ്റുകൾ സിങ്ക് ചെയ്ത് പോകുന്നു. സോ അപ്പോൾ അതിൽ നിന്ന് അവരെന്ത് ചെയ്യും, മനസ്സിലാക്കും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഫ്ലോട്ട് ചെയ്തിരിക്കും, വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യും, സിങ്ക് ചെയ്യും എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കും. സോ അപ്പോൾ അവിടെ എന്താണ് കെയർ ഗീവർ അവിടെ ഒരു ആക്ടിവിറ്റി ഒരു ഗൈഡ് ചെയ്ത് കുട്ടിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് കുട്ടിയെ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നു. സോ അതുപോലെ കുട്ടിയുടെ കൊഗ്നിറ്റീവ് ലെവൽ ഡെവലപ്മെൻറ്റ് നടത്താൻ വേണ്ടി പല രീതിയിലുള്ള കളികൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. കളർ എന്താണ്, ഷേപ്സുകളുടെ കൺസെപ്റ്റ് എന്താണ്, നമ്പേഴ്സ്, സീസൺസ്, അതുപോലെ ബേർഡ്സിൻ്റെ നെയിംസുകൾ, പ്ലാന്റുകൾ. ഇനി അതിൽ തന്നെ ബിഗ് എന്താണ്, സ്മോൾ എന്താണ്, അല്ലെങ്കിൽ ടോൾ എന്താണ്, ഷോർട്ട്. സോ അങ്ങനെ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് തലമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കുട്ടികളിലെ കളികളിലൂടെ ഇത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സോ കളികളിലൂടെ കുട്ടികൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അടുത്തതാണ് പ്ലേ പ്രൊമോട്ട്സ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. കുട്ടികളിലെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും കൂട്ടാൻ എന്ത് സഹായിക്കുന്നുണ്ട്, കളികൾ സഹായിക്കുന്നുണ്ട്. Children imagine what is it to be like someone else, to feel, act, think, work and behave like them. For example, when the child is playing mother to the doll, she tells the doll that she cannot get a sweet because it is harmful. This is exactly the explanation offered to the child by her mother when she had asked for a sweet. The child is thus learning the appropriate behavior by imitation during play. സോ കളികളിലൂടെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും വരുന്നു. സോ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അവർക്ക് കിട്ടിയ കാര്യങ്ങൾ അവരവിടെ ആക്ട് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിന് വേണ്ടി അവർ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതുപോലെ അവർ ബിഹേവ് ചെയ്യാൻ തുടങ്ങും കളികളിലൂടെ. സോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി എന്ത് ചെയ്യും, അമ്മയും മോളും കുട്ടികളും പെൺകുട്ടികൾ നോർമലി കളിക്കുന്നില്ല, ഒരു ഡോൾ എടുത്ത് വെച്ചിട്ട് അയാൾ അമ്മയാണ്, ഡോള് മോളാണ് എന്നുള്ള രീതിയിൽ കളിക്കും. സോ ആ കുട്ടി അപ്പോൾ ഡോള് ചോദിച്ചു എന്ത് ചെയ്യും, അവിടെ ഒരു ഡ്രാമാറ്റിക് ഒരു മേക്ക് ബിലീവ് വിശ്വസിക്കുകയാണ്, ആ ഡോളിന് ജീവനുണ്ട്, ആ ഡോള് മോളാണ്, ഞാൻ അമ്മയാണെന്നുള്ള രീതിയിൽ വിശ്വസിപ്പിക്കുന്നു. എന്നിട്ട് പറയാം, ഡോള് സ്വീറ്റ് മുട്ടായി ചോദിക്കുന്നു. അപ്പോൾ പറയുന്നില്ല, ഇത് കഴിക്കരുത്, ദോഷമാണ്. ആ കുട്ടിക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയത്, കുട്ടിയുടെ അമ്മ പറയുന്ന കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇമാജിൻ ചെയ്ത് അപ്പം അത് മുട്ടായി കഴിക്കുന്നത് ദോഷമാണ് എന്നുള്ള കാര്യം അവിടെ ഇമിറ്റേഷനിലൂടെ, ആ കളിയിലൂടെ അവിടെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമിറ്റേഷനിലൂടെ അത് പ്രോപ്പറായിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. സോ കളിയുടെ ഒരു പ്രത്യേക ഒരു ഇതാണ് പ്ലേയുടേത്, മേക്ക് ബിലീവ് is a part of children's play. In play, it is possible to be creative and to do more than in reality. So, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു റിയാലിറ്റി നടന്ന കാര്യം കുട്ടി എന്ത് ചെയ്തു, ഇമിറ്റേറ്റ് ചെയ്തു. ചിലതിനെ സ്വന്തമായിട്ട് വിശ്വസിപ്പിക്കുക, അങ്ങനെയല്ല, പക്ഷെ അതിനെ എന്ത് ചെയ്യും, ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയിലൂടെ അങ്ങനെ അതിനെ വിശ്വസിപ്പിക്കുകയാണ്, മേക്ക് ബിലീവ് എന്ന് പറയും. സോ അതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൊട്ടിയൊരു പ്ലേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 3 വയസ്സുകാരന് അത് അവൻ്റെ ഒരു ഡൈനിങ് ടേബിളായിട്ട് മാറും. സോ അങ്ങനെ പല രീതിയിൽ അവൻ തന്നെ അത് വിശ്വസിപ്പിക്കാം, ഇത് ഡൈനിങ് ടേബിൾ ആണ് എന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്യും, അവൻ കളിക്കാൻ തുടങ്ങും. അതവിടെ അവൻ്റെ ഡെവലപ്പ് ചെയ്യുന്നത്, അവൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്, അല്ലെങ്കിൽ അവൻ്റെ ഇമാജിനേഷൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ പല രീതിയിലല്ലേ കളികൾ ചെയ്യുന്നത്. മാച്ച് സ്റ്റിക്ക് അല്ലെങ്കിൽ മാച്ച് ബോക്സസ് യൂസ് ചെയ്തൊരു ട്രെയിൻ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ആ ട്രെയിൻ ഫോറസ്റ്റിലൂടെ അല്ലെങ്കിൽ റിവറിലൂടെയൊക്കെ എന്ത് ചെയ്യും, പോണത് പോലെ അവൻ ചിന്തിക്കും. അതെല്ലാം അവൻ്റെ ഇമാജിനേഷനാണ്. എല്ലാം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാം റിയാലിറ്റിയിലുള്ള സെയിം സംഭവമാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ അവൻ്റെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയിൽ റിയാലിറ്റിയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കാം വരുന്നത്. ചിലപ്പം ഈ ട്രെയിൻ റോഡിലൂടെ ആയിരിക്കും പോകുന്നത്, ചിലപ്പോൾ
ചിലപ്പോൾ വെള്ളത്തിലൂടെയൊക്കെ പോകും. സോ അതൊക്കെ എന്താണ് അവൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. എല്ലാം കറക്റ്റ് റിയാലിറ്റിയിലുള്ളതുപോലെ തന്നെ കാണിക്കണമെന്നില്ല കളിയിൽ. ഇറ്റ് നർച്ചേഴ്സ് ഇമാജിനേഷൻ വിച്ച് ഹെൽപ്പ് ദ ചൈൽഡ് ടു ഡീൽ വിത്ത് ഡേ ടു ഡേ സിറ്റുവേഷൻ. സോ ഇതിലൂടെ അവൻ്റെ ഇമാജിനേഷൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ്റെ ഡേ ടു ഡേ ഉള്ള സിറ്റുവേഷൻസിനെ ടാക്കിൾ ചെയ്യാൻ സഹായിക്കും. ഇനി അടുത്ത പ്ലേ പ്രൊമോട്ട് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. Physical development and acquisition of motor skill depend upon maturation of the parts of the body and opportunities available to the practice these skills. So physical development അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞല്ലേ, ഇപ്പോൾ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ ഡിഫറെൻറ്റ് ബോഡി പാർട്സിൻ്റെ മെച്ചുറേഷൻ അനുസരിച്ചാണ് ആ ഒരു മേഖലയിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ആ ഡെവലപ്മെൻറ്റ്, ഫൈൻ മോട്ടോർ അല്ലെങ്കിൽ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. സോ കളികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യുന്നത് കളികളിലൂടെയാണ്. പ്ലേ പ്രൊവൈഡ്സ് എ ചൈൽഡ് വിത്ത് ഓപ്പർച്യൂണിറ്റി ടു പ്രാക്ടീസ്. സോ കളികളിലൂടെയാണ് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നത്, കുട്ടിക്ക് കിട്ടുന്നത്. ദ ഫോളോയിങ് അനക്ഡോട്ട് ഇല്ലുസ്ട്രേറ്റ് ദിസ്. മദർ ഓഫ് 4 month old infant playfully moves the rattle in front of the child. The infant, attracted by the rattle, tries to turn on her stomach to reach for it. To do this, she has to coordinate the movement of various muscles. Repeated efforts to reach the rattle give the infant an opportunity to practice and thus perfect the skill of rolling over. So ഒരു കുട്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് അവൻ്റെ ഒരു കിലുക്ക് അല്ലെങ്കിൽ കിലുക്കം പോലുള്ള എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ കാണിക്കുകയാണ്. സോ അപ്പോൾ അത് കാണിക്കുമ്പോൾ അവന് എന്ത് ചെയ്യുക, അതിലോട്ട് ആ ഒരു ഇതിലോട്ട് എത്താൻ വേണ്ടി അവൻ്റെ ബോഡിയിലുള്ള പല ബോഡി പാർട്സുകൾ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു മൂവ്മെൻറ്റ് പോസിബിളാക്കും. സോ അപ്പം അവിടെ ആ ഒരു കളിക്ക് വേണ്ടിയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് ചെയ്യുന്നത്. അത് അവൻ്റെ വയറിലൂടെ അല്ലെങ്കിൽ അവർ കമന്ന് ഇഴഞ്ഞ് വരുന്ന ആ ഒരു ഇത് പഠിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, അത് ഫിസിക്കൽ അല്ലെങ്കിൽ അവൻ്റെ മോട്ടോർ ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പം പ്ലേ എന്ന് പറയുന്നത് കുട്ടിയുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് പ്ലേ എന്ന് പറയുന്നത്. വെൻ ചിൽഡ്രൻ ബാലൻസ് ഓൺ ബ്രിക്സ്, ജമ്പ് ഓവർ വാൾ, ക്ലൈംബ് സ്റ്റെപ്സ്, ഹാങ് ഫ്രം ബാർസ്, പ്ലേ ഗെയിംസ് ഓഫ് ചേസ് ആൻഡ് റൈഡ് ബൈസൈക്കിൾ, ദ കോർഡിനേഷൻ ഓഫ് ദ ലാർജ് മസിൽ ഇംപ്രൂവ്. സോ ലാർജ് മസിൽസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കളികൾ കളിക്കുന്നത് വഴിയാണ് ഇങ്ങനെ എന്താണ് ബ്രിക്സിൻ്റെ മുകളിൽ കൂടെ ചാടുക, അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിൽ ചാടുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുക, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയിൽ തൂങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി അവൻ്റെ എന്ത് ചെയ്യും, അവൻ്റെ ലാർജ് മസിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇമ്പ്രൂവ് ആകും. Playing with a stick and digging holes with it in the ground, making a necklace by threading leaves, drawing and painting give the child practice for fine motor coordination. ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെച്ച് കളിക്കുക, ചെറിയ ഹോൾ ഇടുക, അല്ലെങ്കിൽ മാല കോർക്കുക, ഇല പിച്ചി ഇതാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്, പെയിൻറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അവൻ്റെ ഫൈൻ മോട്ടോർ കോർഡിനേഷനെ സഹായിക്കും. ഇനി അടുത്ത പ്ലേ ഹെൽപ്സ് ഇൻ അക്വയറിങ് ലാംഗ്വേജ്. സോ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു ഉപാധിയാണ് പ്ലേ എന്ന് പറയുന്നത്. ദ പ്ലേഫുൾ ഇൻറ്ററാക്ഷൻ വിത്ത് കെയർ ഗീവേഴ്സ് ഗീവ് ദ ചൈൽഡ് പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ഹിയർ ദ ലാംഗ്വേജ് ആൻഡ് മോട്ടിവേറ്റ് ഹെർ ടു സ്പീക്ക്. സോ നമ്മുടെ പ്ലേ ആദ്യം സംസാരിച്ച് തുടങ്ങുന്ന അതിൻ്റെ ഓരോ സ്റ്റേജസ് നമ്മൾ പറഞ്ഞല്ലോ, ബാബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജസ്. സോ ഓരോ തിയറിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഒരു കെയർ ഗീവറിന് അയാളുടെ സൗണ്ട് കേൾക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും, സംസാരിക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ കുട്ടിക്ക് കിട്ടിത്തുടങ്ങും. നമ്മൾ കുട്ടികളോട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവർക്കത് തിരിച്ച് അത് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. വെൻ ദ infant is about 9 months of age, her vocalization are a repetition of syllables like gaga, baby, mama and mammam. When the mother hears a sound that resembles adult speech, she feels happy, responds to the child and encourage her to repeat the sounds. So 9 മാസം നമ്മൾ ബാബ്ലിംഗ് സ്റ്റേജ് എന്നൊക്കെ പറയാമല്ലേ. സോ 6 to 9 month ആകുമ്പോഴത്തേക്ക് ബാബിൾ ചെയ്യാൻ തുടങ്ങും, വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യാൻ തുടങ്ങും. സോ റിപ്പീറ്റഡ് സൗണ്ട്സ് വരാം, മമ്മ, പപ്പ, ഡാഡ, ഗാഗ, അങ്ങനെയുള്ള റൗണ്ട് വരും. സോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, കെയർ ഗീവർ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. സോ ഈ ഒരു ഇൻറ്ററാക്ഷനിലൂടെ കുട്ടി എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കും. ഡ്യൂറിങ് ദിസ് ഇൻറ്ററാക്ഷൻ ചൈൽഡ് ഓൾസോ ലേൺ ടു ഡിസ്ക്രിമിനേറ്റ് സൗണ്ട്. സോ ഈ ഒരു ഇൻറ്ററാക്ഷനിലൂടെ കുട്ടി ആ സൗണ്ടുകൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ദിസ് വുഡ് ലേറ്റർ ഹെൽപ്പ് ഹെർ ടു ഡിഫറൻഷിയേറ്റ് വേർഡ് സച്ച് എസ് കാർ ഫ്രം ബാർ. സോ ഇങ്ങനെ ഇതിൽ നിന്ന് കുട്ടി എന്ത് ചെയ്യും, പിന്നീട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. കാറ് എന്ന് പറയുന്നത് വേറെ ഒബ്ജക്റ്റാണ്, ബാറ് വേറെ ഒബ്ജക്റ്റാണ്. സോ അപ്പം ഒരു കേൾക്കുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിൽ അതും രണ്ട് വേർഡ്സ് ആണെന്നുള്ള കാര്യം കുട്ടി പിന്നീട് തിരിച്ചറിയും. സോ അപ്പം കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട് പ്ലേ. അതുപോലെ ത്രൂ പ്ലേ ദ ചൈൽഡ് ലേൺസ് ടു
ടു ബി സോഷ്യലാകുക, സൊസൈറ്റിയുമായിട്ട് ഇടപഴകാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി പഠിക്കുന്നുണ്ട് ഈ കളികളിലൂടെ. ഇൻ ഫസ്റ്റ് മന്ത് ഇൻ്ററാക്ഷൻസ് ഓഫ് ദ കെയർ ഗിവർ വിത്ത് ദ ഇൻഫൻറ്റ് ആസ് ഷീ ബാത്ത്, ഫീഡ്, ക്ലോത്ത് ഹെർ ആൻഡ് പുട്ട്സ് ഹെർ ടു സ്ലീപ്പ് ഹെൽപ്പ് ദ ചൈൽഡ് ടു റെക്കഗ്നൈസ് ദ കെയർ ഗിവർ and to develop an attachment with her. This, as you know, if the infant first social relationship which has lasting impact on her future relationship with the people. സോ കുട്ടിയുടെ ആദ്യകാലങ്ങളിൽ കുട്ടിയെ ഫീഡ് ചെയ്യുകയും അല്ലെങ്കിൽ കുട്ടി ഡ്രസ്സ് ചെയ്യുകയും അവനെ കെയർ ചെയ്യുന്ന ആൾക്കാരും അവനെന്ത് ചെയ്യും, പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അവരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഇത് കുട്ടി എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു ഫസ്റ്റ് സോഷ്യൽ റിലേഷൻഷിപ്പായിട്ടാണ് ഇത് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കെയർ കിട്ടിയ കുട്ടി, നമ്മളൊരു തിയറിയിൽ പറഞ്ഞല്ലേ, കെയർ കിട്ടിയ കുട്ടിക്ക് എന്താണ് അഡൾട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെത്തുമ്പം അവൻ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും. സോ നെഗ്ലക്റ്റഡ് ആയിട്ടൊക്കെ ഉള്ള കുട്ടികൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസും ഡെവലപ്പ് ചെയ്യും. ഡ്യൂറിങ് ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ് ദ ബേബി പ്ലേസ് വിത്ത് ആൻഡ് എക്സ്പ്ലോർ ഹെർ ഓൺ ബോഡി ആൻഡ് തിങ്സ് വിത്ത് ഹെർ ഇമ്മീഡിയറ്റ് റീച്ച്. സോ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ കുട്ടി ഇഴയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പൊക്കെ അവൻ തന്നെ എന്താണ് അവൻ്റെ ബോഡി പാർട്സ് വെച്ച് തന്നെയാണ് അവൻ കൂടുതലും കളിക്കുന്നത്. അവൻ്റെ ഓരോ ബോഡി പാർട്സുകൾ നോക്കി തന്നെ കൈ നോക്കുക, കാല് നോക്കുക, അങ്ങനെയൊക്കെയുള്ള അവൻ്റെ ബോഡി തന്നെ എക്സ്പ്ലോർ ചെയ്തായിരിക്കും ആദ്യം അവൻ എന്ത് ചെയ്യുന്നത്, കളികൾ ചെയ്യുന്നത്. പിന്നീട് എന്ത് ചെയ്യും, അവൻ എത്തുന്ന കാര്യങ്ങൾ കയ്യെത്തിയെടുക്കാനും അവൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ അവൻ ഗ്രാബ് ചെയ്യാനും തുടങ്ങും. ദിസ് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹെർ ബോഡി ഈസ് സെപ്പറേറ്റ് ഫ്രം അതർ ഒബ്ജക്റ്റ് ഇൻ ദ സറൗണ്ടിങ് ആൻഡ് ലീഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ്. സോ ഇങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് കുട്ടിക്ക് എന്ത് മനസ്സിലാവും, അവൻ്റെ ബോഡി എന്ന് പറയുന്നത് മറ്റു ഒബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ സറൗണ്ടിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ സെൽഫ് എന്ന അവൻ ഒരു വ്യക്തിയാണെങ്കിൽ കൺസെപ്റ്റ് ഓഫ് സെൽഫ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. During play, the infant begins to understand the effect she has on people and objects in the environment. When she cries, the mother comes to her. When she laughs, the mother also laughs and hugs her. When playing with a box, she notices that the box moves toward her when she pulls it. All this gives her an idea of what she can do. സോ എന്താണ് ഒരു കളിയിലൂടെയാണ് കുട്ടികൾ എന്ത് പല കാര്യങ്ങളും അവൻ്റെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്നത്. അവൻ കരഞ്ഞാൽ അമ്മ ഓടി വരും, അവൻ ചിരിച്ചാൽ അമ്മയും കൂടെ ചിരിക്കും, അല്ലെങ്കിൽ അമ്മ അവനെ കെട്ടിപ്പിടിക്കും അല്ലെങ്കിൽ ഹഗ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, ആ ബോക്സ് അവിടെ ഇരിക്കുകയാണ്, അവൻ പുള്ള് ചെയ്താലേ അത് വരത്തോളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവൻ തിരിച്ചറിയാൻ തുടങ്ങും. As she grows older, she plays with other children and learns to share, follow the rules of game and wait for her turn to play. Thus, she begins to learn to take into consideration another person's point of view. So, കുറച്ചുകൂടെ വളരുമ്പോഴത്തേക്ക് കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും, മറ്റു കുട്ടികളുമായിട്ട് കളിക്കാനും അവരെ ഷെയർ ചെയ്യാനും റൂൾസൊക്കെ പാലിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒരു പ്ലേ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ. അപ്പോൾ അവൻ്റെ കളിക്കാനുള്ളൊരു ടേൺ ആകുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ സമയമാകുമ്പോഴത്തേക്ക് അവൻ കളിക്കാം എന്നുള്ള രീതിയിലൊക്കെ അവൻ ഡെവലപ്പ് ചെയ്യും. മറ്റുള്ളവരുമായിട്ട് കളിക്കാൻ അല്ലെങ്കിൽ മിങ്കിൾ ചെയ്ത് കളിക്കാനൊരു അവസരം ഈ പ്ലേയിലൂടെ കിട്ടും. During play, children often imitate adults. In this way, they learn roles that they would be required to play in later life and to behave as others expect. Interacting with the people in play, they learn about different type of occupation, festival, tradition and beliefs. So, കളിയിലൂടെ അവരെന്ത് ചെയ്യാൻ അഡൽട്ടുകളെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെ അവരുടെ റോളുകൾ പ്ലേ ചെയ്ത് കളിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് വഴി അവരെന്ത് ചെയ്യും, പല കാര്യങ്ങളും പഠിച്ചെടുക്കുക. ഡിഫറെൻറ്റ് ഓക്കുപ്പേഷൻസോ, വെജിറ്റബിൾ സെല്ല് ചെയ്യുന്ന എങ്ങനെയാണെങ്കിൽ ഫിഷ് സെല്ല് ചെയ്യുന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡ്രൈവേഴ്സിൻ്റെ ഓക്കുപ്പേഷൻ ഇത്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫെസ്റ്റിവൽസ് മനസ്സിലാക്കും, ട്രഡീഷൻസ് മനസ്സിലാക്കും, ബിലീഫ്സുകൾ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് വഴി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. സോ പ്ലേ ഹെൽപ്സ് ഇൻ സോഷ്യൽ റോൾസ് ഓൾസോ. അടുത്തത് പ്ലേ ഹെൽപ്സ് ഇൻ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. സോ ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിൽഡ്രൻ പ്ലേ പ്രൊവൈഡ് ദം ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് ഡിലൈറ്റ്, ജോയ്, ആങ്കർ, ഫിയർ, ഡിസ്ട്രസ് ആൻഡ് അതർ ഇമോഷൻസ്. സോ കളികളിലൂടെ അവർക്ക് അവരുടെ സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും പേടിയാണെങ്കിലും വിഷമാണെങ്കിലും എല്ലാവർക്കും എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്തെങ്കിൽ കളികളിലൂടെ അവർക്ക് കിട്ടുന്നത്. സോ ഇത് ഇവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻ പ്ലേ ദർ ഇസ് ഫ്രീഡം ടു ഡു ആസ് വൺ ചൂസസ് സോ ലോങ് ആസ് വൺ ഡസ് നോട്ട് ഹേർട്ട് അതേഴ്സ്. സോ ഒരു കളിയിൽ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഫ്രീഡമുണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ചെയ്യാൻ എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്. പ്ലേ അലൗ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ് ആൻഡ് ഇമോഷൻ വിച്ച് മേ നോട്ട് ബി അലൗഡ് ഇൻ അതർ സിറ്റുവേഷൻ. സോ കളികളിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർക്കത്
അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പ്രിറ്റൻഡിങ് ടു ബി ദ ഫാദർ, ദ ചൈൽഡ് ക്യാൻ ആസ്ക് അനദർ ചൈൽഡ് ടു ഒബേ ഹർ വിച്ച് ഷീ മേ നോട്ട് ബി ഏബിൾ ടു ഡു ഇൻ അതർ സിറ്റുവേഷൻ. സോ അച്ഛനായിട്ട് കളിക്കുക, അവൻ അച്ഛനാണെന്ന് വിചാരിച്ച് കളിക്കുന്നു, എന്നിട്ട് മറ്റേ കുട്ടിയോട് പറയാണല്ലേ, ഞാൻ പറയുന്നത് അനുസരിക്കൂ. അവൻ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത് അനുസരിക്കാൻ പറ്റിയില്ല. സോ അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ ഇമോഷന് അവിടെ വന്ന് ആ കുട്ടിയോട് എന്ത് ചെയ്യും, ഞാൻ അച്ഛനാണ് അപ്പം ഞാൻ പറയുന്നത് അനുസരിക്കൂ എന്നുള്ള ആ ഒരു ഇമോഷൻ അവിടെ കൊണ്ടുവന്ന് ഇതാക്കാം. Playing the scene of battle, she can scream loudly, throw things about and pretend to hit others which would not be allowed at other times. So ഒരു കുട്ടിയെ എന്താ വീട്ടിൽ നിലവിളിക്കരുത്, കരയരുത്, ഭയങ്കര ബഹളം വയ്ക്കരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യും, അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക, ബാറ്റിൽ ഒരു വാർ ഫീൽഡാണ് സോ എന്ന് വിചാരിച്ച് അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും, വാർ ഫീൽഡിൽ സ്ക്രീൻ ചെയ്യാൻ അവയൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യം അവിടെ ചെയ്യും. സോ 4-year-old Raza was often scolded by his parents for the most minor violation of a rule. സോ 4 വയസ്സുള്ളൊരു കുട്ടി അവൻ്റെ പാരൻസ് അയാളെ ചെറുതായിട്ടൊരു റൂള് തെറ്റിച്ചാൽ പോലും അവിടെ എന്ത് ചെയ്യും, അയാളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കും. ഫോർ ദ സ്ലൈറ്റസ്റ്റ് മിസ്ഡീഡ് ഹി വാസ് സ്ലാപ്ഡ് ഓർ ഹിറ്റ് വിത്ത് ഫാദേഴ്സ് ബെൽറ്റ്. ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അച്ഛൻ അല്ലെങ്കിൽ അമ്മയോ ബെൽറ്റ് യൂസ് ചെയ്ത് അടിക്കുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ഒക്കെ ചെയ്യും. സോ ദിസ് വുഡ് ഓഫൺ സിറ്റ് ഓൺ എ ചെയർ ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഹോഴ്സ്. സോ ഇതിന് പകരം അയാൾ എന്ത് ചെയ്യും, ഒരു ചെയറിൽ ഇരുന്നിട്ട് ഇത് ഹോഴ്സാണ്, ഇത് കുതിരയാണെന്ന് വിചാരിച്ചിട്ട് അതിനെ അടിക്കാൻ തുടങ്ങും. പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞ് ആ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ തുടങ്ങും, അവിടെ അടിക്കാൻ തുടങ്ങും. ദ ചൈൽഡ് ഈസ് ഒബ്വിയസ്ലി ഫുൾ ഓഫ് ആങ്കർ ആൻഡ് റിസെൻറ്റ്മെൻറ്റ് ടുവേർഡ് ഹിസ് ഫാദർ ബട്ട് കനോട്ട് വെൻ ഹിസ് ഫീലിംഗ് അറ്റ് ഹിം. സോ കുട്ടിക്ക് അവിടെ എന്താണ്, ദേഷ്യമുണ്ട് അച്ഛൻ അടിക്കുന്നതിനോടോ, അല്ലെങ്കിൽ അതിൻ്റെ ദേഷ്യം അവിടെ തീർക്കുന്ന ആരോടാണ്, ആ കുതിരയോട്, അല്ലെങ്കിൽ അങ്ങനെ കുതിരയായിട്ട് കണ്ട് ആ കളിയിലൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇമോഷൻസ് അവിടെ കളയുന്നുണ്ട്. The imaginary play situation give the child a way to express his anger. സോ ഇമാജിനേഷൻ വെച്ച് കളിക്കുമ്പോൾ സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആങ്കർ ആണെങ്കിലും അവരുടെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്പ് ഹിം ടു വർക്ക് ഔട്ട് ഹിസ് ഇമോഷൻസ്. സോ അതുകൊണ്ട് തന്നെ ഈ ഇമോഷൻസിനെ വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഇതിനെ സഹായിക്കും. സോ അപ്പോൾ കളികളിലൂടെ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെയും സഹായിക്കുന്നുണ്ട്. സോ ഇനി കളിയും പഠനവും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് നോക്കുന്നത്. സോ ഇൻ ഇൻഫൻസി തോട്ട് ഡെവലപ്പ് ത്രൂ ആക്ടിവിറ്റീസ്. സോ കുട്ടികളിലെ ചിന്തകൾ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഫൻറ്റ് ഏജിൽ ചിന്തകൾ ഡെവലപ്പ് ചെയ്യുന്ന എന്താണ്, കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റിയിലൂടെയാണ്. ബൈ ദ ടൈം ചൈൽഡ് ഈസ് 3 years of age, ഷീ ക്യാൻ എക്സ്പ്രസ് ഹെർ നീഡ്സ് വെർബലി, talk to people, make friends, walk, run and jump. The child understand what others say and interact with her mother, ഫാദർ, സിസ്റ്റേഴ്സ് ആൻഡ് മെനി അതേഴ്സ്. സോ 3 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിയുടെ ആവശ്യം എന്ത് ചെയ്യാൻ പറ്റും, വെർബലി പറയാൻ പറ്റും. എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ വീട്ടുകാരോടാണെങ്കിലും വെർബലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ചൈൽഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് അതേഴ്സ് സേ ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് ഹെർ മദർ. കുട്ടിക്ക് മനസ്സിലാവും എൻ്റെ അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് എങ്ങനെയാണ് മറ്റുള്ളവർ പെടമാകുന്നത്. പക്ഷെ അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് അവർ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവൻ ആക്ടിവിറ്റിയിലൂടെ അവൻ ഡെവലപ്പ് ചെയ്യും. ഹൗ ഡസ് ഷീ ലേൺ ഓൾ ദിസ്? ആസ് ആൻ ഇൻഫൻറ്റ് ദ ഓൺലി വേ ദ ചൈൽഡ് ക്യാൻ ലേൺ ഇസ് ബൈ ഡൂയിങ് ആൻ ആക്ടിവിറ്റി ആൻഡ് ഫൈൻഡിങ് ഔട്ട് ഫോർ ഹെർസെൽഫ്. സോ ഒരു ഇൻഫൻറ്റിന് ഒരു കാര്യം പഠിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം, അത് ചെയ്താലേ പഠിക്കും. നമ്മളിപ്പോൾ അത് പറഞ്ഞ് പഠിപ്പിച്ചാൽ അവൻ എന്ത് ചെയ്യത്തില്ല, അത് മാക്സിമം അവൻ പഠിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കത്തില്ല. പക്ഷേ അത് ചെയ്യിക്കുക അല്ലെങ്കിൽ ആക്ടിവിറ്റിയിലൂടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും. ഷീ പ്ലേസ് വിത്ത് ദ തിങ്സ് ടു ലേൺ അബൌട്ട് ദം. ഷീ വാണ്ട് ടു ഹോൾഡ് ദം, put them in her mouth and show them to others. While playing with the things, the child gradually learned that object not visible to her do exist somewhere else. When things fall down, the infant learns that they may break. In early years, learning of social, cognitive, language and motor skills is possible only through play. So പല കാര്യങ്ങൾ അവൻ എന്താണ് ആക്ടിവിറ്റിയിലൂടെയാണ് അവൻ ചെയ്ത് മനസ്സിലാക്കുന്നത്. സോ അവൻ്റെ ഒബ്ജക്റ്റ് പെർമനൻസ് നമ്മൾ പറയില്ല, പിയാഷയുടെ ഇതിൽ പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ അവന് ഒബ്ജക്റ്റ് പെർമനൻസ് ഇല്ല. അവൻ്റെ കണ്ണിൽ കാണുന്നത് മാത്രമേ അവൻ എന്ത് ചെയ്യാറുള്ളൂ, ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പം അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ടോയ് എടുത്ത് മാറ്റിയാൽ അവൻ തിരക്കത്തില്ല. പക്ഷേ കുറച്ചുകൂടെ ഏജ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 1 വയസ്സ് കഴിയുമ്പോൾ 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും, എനിക്കിങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ കാണുന്നില്ല, അത് അവിടെ ഉണ്ട്, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഡെവലപ്മെൻറ്റ് അവിടെ വരും. സോ ആക്ടിവിറ്റിയിലൂടെയാണ് അതൊക്കെ വരുന്നത്. സോ അതുകൊണ്ടാണ് ഏർലി ഇയേഴ്സിൽ
കുട്ടികളുടെ എന്താണ് സോഷ്യൽ ആണെങ്കിലും കോഗ്നിറ്റീവ് ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും മോട്ടോർ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഇതിലൂടെയാണ്, പ്ലേയിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. Children learn by doing. So a well accepted fact is they learn by doing. So learning by doing. So ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഒരു കുട്ടിയെ ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ നമ്മളിപ്പോൾ അത് പറഞ്ഞു കൊടുത്തല്ല പഠിപ്പിക്കേണ്ടത്, അയാളെ അത് ചെയ്യിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. When a child throw a stone in water and see it to sink to the bottom and then throw a stick and see it float, she realized that something sink and others float. സോ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത്, കുട്ടികളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലേ, ചെയ്യുന്നതിലൂടെ അല്ലേ പഠിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലോട്ട് കല്ലെടുത്ത് എറിഞ്ഞു, അത് സിങ്ക് ചെയ്ത് പോയി. പക്ഷേ ഒരു സ്റ്റിക്ക് ഇട്ടു, അത് പൊങ്ങിക്കിടക്കുന്നു. അപ്പം ചില ഒബ്ജക്റ്റുകൾ സിങ്ക് ചെയ്യും, ചിലത് ഫ്ലോട്ട് ചെയ്യും. സോ അങ്ങനെ അത് എന്താണ്, ചെയ്യുന്നതിലൂടെയാണ് അവൻ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിലൂടെയാണ് അവൻ എന്ത് ചെയ്തത്, അത് പഠിച്ച് എടുക്കുന്നത്. പ്ലേ ഹോൾഡ് ദ ചൈൽഡ് അറ്റൻഷൻസ്. സോ കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ആക്ടിവിറ്റിയിൽ ഒരുപാട് നേരം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഫോർമൽ ഇൻസ്ട്രക്ഷൻസും കൊടുക്കാതെ അവർക്ക് കളിയിലൂടെ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാതെ, പെട്ടെന്ന് ബോറടിക്കാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാം, പ്ലേകളിലൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവരുടെ അറ്റൻഷൻ സ്പാൻസ് കൂട്ടിയെടുക്കാൻ പറ്റും. ലേണിംഗ് ത്രൂ play is fun. Play is not an activity thrust on the child by the adult. It is something she does on her own because she enjoys it. It is only fair we help children learn through ways they enjoy and make learning a stimulating and rewarding experience for them. So learning through play is കളികളിലൂടെ പഠിക്കുക എന്ന് പറയുന്നത് അവർക്ക് എന്താണ്, അതൊരു ഫണ്ണായിട്ട് മാറും. നമുക്ക് അങ്ങനെയുള്ള റിവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠനത്തോട് എന്താണ്, ഒരു നല്ലൊരു അറ്റാച്ച്മെൻറ്റ് വരും. So therefore it's an enjoyable medium through which children learn things they are ready to learn. സോ ഇനി അടുത്ത നമ്മൾ ടൈപ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് പ്ലേ ആണ് പറയുന്നത്. ഇതിൽ ഫ്രീ ആൻഡ് സ്ട്രക്ചേർഡ് പ്ലേ എന്ന് പറയും. സം പ്ലേ ആക്ടിവിറ്റീസ് ആർ പ്ലാൻഡ് ബൈ ദ കെയർ ഗീവേഴ്സ് വിത്ത് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇൻ മൈൻഡ്. ഇൻ സച്ച് ആൻ ആക്ടിവിറ്റി ദ ചൈൽഡ് ഫോളോ സം ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ കെയർ ഗിവർ. സോ ചില ആക്ടിവിറ്റീസ് പ്ലേ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു കെയർ ഗിവർ ഒരു മൈൻഡിൽ ഒരു ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗോൾ വെച്ചുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു, ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ കളിപ്പിക്കുന്നു. സോ അതിനെ നമ്മൾ സ്ട്രക്ചേർഡ് എന്ന് പറയും. സോ അതേസമയം അവർ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഇഷ്ടത്തിന് അവർ കളിക്കുകയാണ്, സ്ട്രക്ചറൊന്നുമില്ല, അവരുടെ കയ്യിൽ കിട്ടിയ കാര്യം അവരത് വെച്ച് കളിക്കുന്നു. സോ അതിന് നമ്മൾ ഫ്രീ പ്ലേ എന്ന് പറയും. സോ സ്ട്രക്ചേർഡ് ആകുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, അവിടെ ഒരു സ്പെസിഫിക് ഒരു ഗോളുണ്ട്, അതിനനുസരിച്ചുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് ആ കെയർ ഗിവർ കൊടുത്ത് ആ ഒരു ഒബ്ജക്റ്റീവ് അവിടെ അറ്റൈൻ ചെയ്യാൻ ആ കുട്ടിയെ സഹായിക്കുന്നു കളിയിലൂടെ. സോ അതിനാണ് സ്ട്രക്ചേർഡ് പ്ലേ എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് വെദർ ദ ചൈൽഡ് ഈസ് ഫ്രീ ടു പ്ലേ ആസ് ഷീ ലൈക്ക് ഓർ ഫോളോ സം റൂൾസ് ആൻഡ് സ്റ്റെപ്പ് ലേ ഡൗൺ ബൈ ദ കെയർ ഗിവർ. Play is categorized as free or structured. When, for example, the child is playing with a clay as she like, the activity is referred to as free play. So ഒരു കുട്ടിക്ക് ക്ലേ കൊടുക്കുക നമ്മൾ കളിക്കാൻ. സോ അത് അയാളുടെ ഇഷ്ടത്തിന് തന്നെ എന്ത് ചെയ്യുന്നു, കളിക്കുകയാണ്. സോ അതിനെയാണ് നമുക്ക് എന്ത് പറയാം, ഫ്രീ പ്ലേ എന്ന് പറയാം. ഓൺ ദ അതർ ഹാൻഡ് വെൻ ദ കെയർ ഗിവർ ഇൻ്റർവെൻസ് ആൻഡ് ഗിവ്സ് സജഷൻസ് ലൈക്ക് ലെറ്റ് us ഗോ ഔട്ട് ആൻഡ് മേക്ക് കപ്പ് ആൻഡ് സോസേഴ്സ് വിത്ത് ക്ലേ. സോ അതിന് പകരം ഫ്രീ പ്ലേ എന്ന് പറയുമ്പോൾ കുട്ടി തന്നെ അയാൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ആ ക്ലേ വെച്ച്. അതേസമയം എന്താണ്, കെയർ ഗീവർ അവിടെ പറയണം നമുക്ക് പുറത്ത് പോയിട്ട് ഒരു കപ്പും ഈ ക്ലേ വെച്ച് ഒരു കപ്പും സോസറും ഉണ്ടാക്കാം. വിത്ത് എ വ്യൂ ടു സ്ട്രെങ്തൻ ദ ചൈൽഡ് ദ കൺസെപ്റ്റ് ഓഫ് ഷേപ്പ് ദ പ്ലേ ബിക്കം സ്ട്രക്ചേർഡ്. സോ അതെന്തിനാണ് അവിടെ കപ്പും സോസറും ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ആ ഷേപ്പും സൈസും കുട്ടി പഠിക്കട്ടെ എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് നമ്മൾ പറയുകയാണ് കെയർ ഗിവർ, നമുക്കിത് വെച്ചിട്ടൊരു കപ്പും സോസറും ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് പറയാം. അങ്ങനെയുള്ള കളികളെ നമ്മൾ പറയുന്നത് സ്ട്രക്ചേർഡ് എന്നാണ്. This, however, does not imply that free play does not achieve anything. So, ഫ്രീ പ്ലേ എന്ന് പറയുന്നത് കുട്ടി തന്നെ കളിക്കുക എന്ന് പറയുന്നത് അതിലൂടെ കുട്ടി എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അവർ മനസ്സിലാക്കിയെടുക്കാം, ചിലപ്പോൾ അവർ എന്ത് ചെയ്യത്തില്ല, അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കത്തില്ല. പക്ഷേ ഒരു കെയർ ഗീവറിൻ്റെ സഹായത്തോടു കൂടിയാണ് അതിലുള്ള ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൾ പ്ലേ ലീഡ്സ് ടു ലേണിംഗ്. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇൻ സ്ട്രക്ചേർഡ് പ്ലേ വാട്ട് ഈസ് ഹോപ്പ് ടു ബി അച്ചീവ്ഡ് ബൈ ദ ആക്ടിവിറ്റീസ് ഡിറ്റർമിൻഡ് ബൈ ദ എഡ്യൂക്കേറ്റർ. സോ എല്ലാ കളികളും എന്തിലോട്ട് നയിക്കുന്നുണ്ട്, ഒരു പഠനത്തിലോട്ട് നയിക്കുന്നുണ്ട്. പക്ഷേ അത് തിരിച്ചറിയണം. സോ അത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ആരാണ്, ആ ഒരു കെയർ ഗീവർ അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേറ്ററാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്, അത് അച്ചീവ് ചെയ്യുന്നു, ഈ ആക്ടിവിറ്റിയിലൂടെ ഇത് അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം.
Both kinds of play are essential for children. Free play helps to sustain curiosity and initiative and fosters discovery. Structured play, because of the role of the caregiver, helps to draw the attention to the child to various aspects which may മിസ് ഡ്യൂറിങ് ഫ്രീ പ്ലേ. സോ രണ്ട് പ്ലേയും എന്താണ് കുട്ടിക്ക് ആവശ്യമാണ്. ഫ്രീ പ്ലേയും ആവശ്യമാണ്, സ്ട്രക്ചേർഡ് പ്ലേയും ആവശ്യമാണ്. സോ ഫ്രീ പ്ലേ ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് അവിടെ കുട്ടിയുടെ ക്യൂരിയോസിറ്റി നിലനിർത്താനും അവൻ്റെ ഇനിഷ്യേറ്റീവ് അവന് തന്നെ അത് ചെയ്യണമെന്ന് തോന്നും, അവൻ്റെ ഡിസ്കവറിയൊക്കെ ഫോസ്റ്റർ ചെയ്യാൻ സഹായിക്കും. സ്ട്രക്ചേർഡ് പ്ലേയിലാകുമ്പോഴത്തേക്ക് കെയർ ഗീവറിൻ്റെ റോളും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടി ഫ്രീ പ്ലേയിൽ വിട്ടുപോകുന്ന പല ആസ്പെക്റ്റുകളും അവിടെ എന്ത് ചെയ്യും, അതിലോട്ട് ആ കെയർ ഗീവറുടെ അറ്റൻഷൻ കൊണ്ടുവരാൻ പറ്റും. സോ കപ്പ് ആൻഡ് സോസർ മേക്ക് ചെയ്യുന്നത് വഴി അവന് പുതിയ ഷേപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നു. സോ അങ്ങനെയുള്ള ഗോളുകൾ അറ്റൈൻ ചെയ്യാൻ ഈ സ്ട്രക്ചേർഡ് പ്ലേ സഹായിക്കും. നെക്സ്റ്റ് ഈസ് ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ പ്ലേ. ഔട്ട്ഡോർ പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസിൽ കളിക്കുന്നതിനാണ് നമ്മൾ ഔട്ട്ഡോർ പ്ലേ. അല്ലെങ്കിൽ ഇൻഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, വീട്ടിനുള്ളിൽ അവിടെ മൂവ്മെൻറ്റ് കുറവായിരിക്കും, സ്പേസും കുറവായിരിക്കും. ഗെയിം ദാറ്റ് ആർ യൂഷ്വലി പ്ലേഡ് ഇൻ ദ ഓപ്പൺ ആർ റെഫേർഡ് ടു ആസ് ഔട്ട്ഡോർ പ്ലേ. സോ പുറത്ത് നിന്ന് കളിക്കുന്നതിന് നമ്മൾ ഔട്ട്ഡോർ പ്ലേസ് എന്നും, വൈൽ ദോസ് ദാറ്റ് ആർ പ്ലേഡ് ഇൻസൈഡ് ആർ ഇൻഡോർ പ്ലേ. സോ അകത്ത് കളിക്കുന്നതിന് നമ്മൾ ഇൻഡോർ പ്ലേസ് എന്ന് പറയും. ഔട്ട്ഡോർ പ്ലേ അലോ എ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ആസ് ദർ ഇസ് മോർ സ്പേസ് ആൻഡ് ഫ്യൂവർ ഒബ്സ്ട്രക്ഷൻസ്. സോ ഔട്ട്ഡോർ പ്ലേസ് ആകുമ്പോഴത്തേക്ക് അവിടെ എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായിരിക്കും, ഒരുപാട് സ്ഥലം കാണും, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് പോസിബിൾ ആവും, അതുകൊണ്ട് ഒബ്സ്ട്രക്ഷൻസും കുറവായിരിക്കും. പുറത്ത് നമ്മളൊരു ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കുന്നു. സോ അപ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരുപാട് സ്ഥലമുണ്ട്, അതുകൊണ്ട് മൂവ്മെൻറ്റും ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഒക്കെ പോസിബിൾ ആവും. ഇൻഡോർ ആക്ടിവിറ്റീസ് ആർ ക്യാരീഡ് ഔട്ട് ഇൻ എ ലിമിറ്റഡ് സ്പേസ് ആൻഡ് ഡു നോട്ട് അലോ സോ മച്ച് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. സോ ഇൻഡോർ ആക്ടിവിറ്റീസ് ആകുമ്പോൾ ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ, ഒരുപാട് മൂവ്മെൻറ്റ് പോസിബിൾ ആവത്തില്ല. ഇൻ എ വേ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ പ്ലേസ് ആർബിറ്ററി. മെനി ഇൻഡോർ പ്ലേ ആക്ടിവിറ്റീസ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഔട്ട്ഡോർസ് ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് ക്യാൻ ബി പ്ലേഡ് ഇൻസൈഡ് ടു. സോ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഡോറിൽ കളിക്കുന്നത് ഇൻഡോർ മാത്രമേ കളിക്കാൻ പറ്റൂ, ഔട്ട്ഡോർ കളിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഔട്ട്ഡോർ കളിക്കുന്ന കളി നമുക്ക് ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം, ഇൻഡോർ വീട്ടിന് ക്രിക്കറ്റ് കുറച്ച് സ്ഥലമുള്ളൂ, ആ സ്ഥലത്ത് വെച്ച് ഒതുക്കി വെച്ച് വീട്ടിൻ്റെ അകത്തിരുന്നും ക്രിക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കളിക്കാൻ പറ്റും. സോ അതാണ് ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ പ്ലേ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് പ്ലേ ആണ്. When the child plays by herself, it is referred to as individual play. When the child play by herself, it is referred to as individual play. When she play with the other children, it is referred to as group play. So കുട്ടികൾ തന്നെ എഴുന്ന് കളിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻഡിവിജ്വൽ പ്ലേ എന്ന് പറയും. അതിനെ ഇൻഡിവിജ്വൽ പ്ലേ എന്ന് പറയും. മറ്റു കുട്ടികളുമായിട്ട് ചേർന്നിരുന്ന് കളിക്കുന്നതാണെങ്കിൽ അതിനെ ഗ്രൂപ്പ് പ്ലേ എന്ന് പറയും. പ്ലേയിങ് ഇൻ എ ഗ്രൂപ്പ് റിക്വയർസ് ദ ചൈൽഡ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ അനദർ പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഫോളോ റൂൾസ്. സോ ഒരു ഗ്രൂപ്പിൽ ഒന്നിച്ച് കളിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി കൺസിഡർ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ. മറ്റു കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കണം, റൂൾസുകൾ ഫോളോ ചെയ്യേണ്ടി വരും. ദിസ് എബിലിറ്റീസ് ആസ് യു ഹാവ് റീഡ് ഡെവലപ്പ് വിത്ത് ഏജ്. സോ ഈ എബിലിറ്റീസ് ഒക്കെ എന്താണ്, ഏജ് അനുസരിച്ചാണ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. Till the children are about 3 to 4 years old, they mostly play by themselves, interacting with others only for a short duration. So, ഒരു 3-4 വയസ്സെത്തുന്നത് വരെയും കുട്ടികൾ എന്താണ്, കുറച്ച് നേരമേ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യാറുള്ളൂ, ഇൻട്രാക്ട് ചെയ്യാറുള്ളൂ. സോ ആസ് ചിൽഡ്രൻ ഗ്രോ ഓൾഡർ ദേ ലേൺ ടു പ്ലേ വിത്ത് അതേഴ്സ് ആൻഡ് മേജർ പാർട്ട് ഓഫ് ദെയർ പ്ലേ ടൈം ഈസ് സ്പെൻഡ് ഇൻ ഗ്രൂപ്പ് പ്ലേ. സോ 3-4 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏജ് ആകുമ്പോഴത്തേക്കാണ് അവരെന്ത് ചെയ്യുന്നത്, മറ്റു കുട്ടികളുമായിട്ട് ഒന്നിച്ച് ചേർന്ന് കുറേ നേരം കളിക്കാൻ ശ്രമിക്കുന്നത്. From time to time, the older children too go back to playing by themselves. ഇനി ഗ്രൂപ്പ് പ്ലേ ഫോസ്റ്റേഴ്സ് ഇൻ ചൈൽഡ് സോഷ്യൽ സ്കിൽ നെസസറി ഫോർ ഇൻറ്ററാക്ഷൻ വിത്ത് അതേഴ്സ്. സോ ഗ്രൂപ്പ് പ്ലേയിലൂടെ കുട്ടികൾക്ക് എന്താണ്, മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ഷൻ ചെയ്യാനുള്ളൊരു സ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. ഇൻഡിവിജ്വൽ പ്ലേസ് ഗിവ്സ് ദ ചൈൽഡ് ടൈം ടു വർക്ക് ഓൺ തിങ്സ് ദാറ്റ് ഷീ ഫൈൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹെൽപ്പ് ഹെർ ടു ഡെവലപ്പ് ഹെർ സ്കിൽസ്. സോ ഇൻഡിവിജ്വൽ സ്കിൽസ് ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് അവനിഷ്ടമുള്ള ഏരിയയിലോട്ട് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റഡ് ഏരിയയിലോട്ട് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടും, അതുപോലെ അവൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും. ഇനി അടുത്ത വിഗറസ് ആൻഡ് ക്വയറ്റ് പ്ലേ ആണ്. Sometimes adults exclaim, why can't children sit in one place? Why do they have to keep running about? Children enjoy play activities that require them to run, hop, skip and jump, that is those that require them to spend a lot of energy. These activities are called vigorous play activities. So കുട്ടികളോട് എപ്പോഴും നമ്മൾ പറയാറില്ലേ, എന്തിനാ എപ്പോഴും ഓടുന്നത് ചാടുന്നത്, ചുമ്മാ അവരിയ്ക്കത്തില്ല അല്ലേ, എപ്പോഴും എന്തെങ്കിലും ചാടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കും. സോ അപ്പോൾ അവർ എന്താണ്, അവർക്ക് അത് ബോഡിയിലുള്ള അധികം എനർജി അവർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന കളികളെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ
ഒരുപാട് എനർജി ഉപയോഗിക്കേണ്ട കളികൾ കളിക്കുന്നതിന് നമ്മൾ പറയുന്നത് വിഗറസ് പ്ലേ ആക്ടിവിറ്റീസ് എന്നാണ്. ദ പ്ലേ ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ടു മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി സച്ച് എസ് സ്ക്രിബ്ലിംഗ് വിത്ത് എ ചോക്ക് ഓൺ ദ ഫ്ലോർ, ഡ്രോയിങ്, മേക്കിംഗ് ഒബ്ജക്റ്റ് ഫ്രം ക്ലേ ഓർ മേക്കിംഗ് എ ടവർ ഫ്രം സ്റ്റോൺസ് ഹെൽപ്പ് ദ ചൈൽഡ് ടു റിലാക്സ് ആൻഡ് റീഗെയിൻ സം എനർജി സ്പെൻഡ് ഡ്യൂറിങ് വിഗറസ് ഗെയിം. ദിസ് പ്ലേ ആക്ടിവിറ്റീസ് ആർ കോൾഡ് ക്വയറ്റ് പ്ലേ. സോ ക്വയറ്റ് പ്ലേ ഉണ്ട്. സോ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. സോ ഇവിടെ കുട്ടികൾ എന്താണ് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാതെ എന്ത് ചെയ്യും, ചെറിയ കാര്യങ്ങൾ ചോക്ക് വെച്ച് മതിൽ വരയ്ക്കുക, അല്ലെങ്കിൽ കളർ പെൻസിൽ വെച്ച് മതിലിൽ വരയ്ക്കുക, ബുക്കിൽ വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലേ ഒബ്ജക്റ്റ് വെച്ച് എന്തെങ്കിലും ചെയ്യുക. സോ ഇങ്ങനെ റിലാക്സ് ചെയ്യുന്ന രീതിയിൽ കുറേ കാര്യം ചെയ്യുക. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് ക്വയറ്റ് പ്ലേ. സോ വിഗറസ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി അവരുടെ എനർജി യൂസ് ചെയ്യുന്ന രീതിയിൽ അവർ കളിക്കുന്നതിനാണ് നമ്മൾ വിഗറസ് എന്ന് പറയുന്നത്. ക്വയറ്റ് ആകുമ്പോഴത്തേക്ക് എന്താണ് ഒരുപാട് വിഗറസ് ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ കളിക്കുന്നത്. ഇനി അടുത്ത സെൻസറി മോട്ടോർ ആൻഡ് സിംബോളിക് പ്ലേ. ഇൻ ഇൻഫൻസി ചിൽഡ്രൻ പ്ലേ വിത്ത് തിങ്സ് ഇൻ എൻവയോൺമെൻറ്റ് ദാറ്റ് ആർ വിത്തിൻ റീച്ച്. സോ ദേ സീ, ടച്ച്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ഹിയർ ആൻഡ് എക്സ്പ്ലോർ ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഗെയിൻ ഇൻഫർമേഷൻ. സോ ഇൻഫൻസി കാലത്ത് കുട്ടികൾ കളിക്കുന്ന എന്താണ്, അവർക്ക് എത്തുന്ന അവരുടെ റീച്ചിനനുസരിച്ച് അവരുടെ എൻവയോൺമെൻറ്റിൽ അവർക്ക് കിട്ടുന്ന എന്താണോ അത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, അവർ കളിക്കാറുള്ളത്. അവരതിനെ തൊടും, അതിനെ സ്മെല്ല് ചെയ്യും, ടേസ്റ്റ് ചെയ്യും, അതിനെന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് നോക്കും. സോ അങ്ങനെയാണ് അവർ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്, അവരുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് അവർ കളക്ട് ചെയ്യുന്നത്. ദിസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ദ സെൻസസ് ആൻഡ് റിക്വയർ മോട്ടോർ കോർഡിനേഷൻ ആൻഡ് റെഫർ ടു എ സെൻസറി മോട്ടോർസ് പ്ലേ. സോ ഇങ്ങനെ അവർ ചെയ്യണമെങ്കിൽ അവർക്ക് എന്താ ആവശ്യമാണ്, അവരുടെ സെൻസ് ഓർഗൻസ് അവിടെ ഉപയോഗിക്കണം. അതുപോലെ മോട്ടോർ കോർഡിനേഷൻസും ആവശ്യമുണ്ട്. അപ്പം സെൻസ് ഓർഗൻസും മോട്ടോർ കോർഡിനേഷൻസും ഉപയോഗിച്ച് കളിക്കുന്ന ഇതിനെ നമ്മൾ സെൻസറി മോട്ടോർ പ്ലേ എന്നാണ് പറയുന്നത്. Towards the end of infancy, the child begin to take part in pretend play. In this play, the child pretend that a tiffin box is a house or a wooden block is an aeroplane. So, infancy കഴിയുമ്പോഴത്തേക്ക് തുടങ്ങുന്ന ഒരു കളിയാണല്ലേ പ്രിറ്റൻഡ് പ്ലേ എന്ന് പറയും. അതായത് ചിലപ്പോൾ ഒരു വുഡൻ ബ്ലോക്ക് എന്ന് പറയുന്നത് അവർക്കത് എയറോപ്ലെയിൻ ആയിരിക്കും. അവരതിനെ എന്ത് ചെയ്യും, ഒബ്ജക്റ്റിന് മേക്ക് ബിലീവ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മേക്ക് ബിലീവ് രീതിയിലുള്ള കളി. ഇപ്പോൾ വുഡൻ ബ്ലോക്ക് എടുത്ത് വെച്ചിട്ട് അത് എയറോപ്ലെയിൻ ആണെന്ന് പറയും. പക്ഷെ ഒരു പൊട്ടിയ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അത് ഡൈനിങ് ടേബിളാണെന്ന് പറയും. സോ അങ്ങനെ അതാണ് ഇൻഫൻസിയുടെ അവസാന കാലഘട്ടങ്ങളിൽ വരുന്ന കളി. സോ അത് എന്താണ്, അതിന് നമ്മൾ പ്രിറ്റൻഡ് പ്ലേ നമ്മൾ സിംബോളിക് പ്ലേ എന്ന് പറയും. ദസ് എ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഈസ് യൂസ്ഡ് ആസ് എ തിങ് വിച്ച് ഇറ്റ് ഈസ് ആക്ച്വലി ഈസ് നോട്ട്. ഒരു ഒബ്ജക്റ്റ് അതല്ല, ആക്ച്വലി അത് ഒരു പൊട്ടിയ പ്ലേറ്റാണ്, പക്ഷെ അവൻ അതിനെന്തായിട്ടാണ് കാണുന്നത്, ഒരു ഡൈനിങ് ടേബിളായിട്ടാണ് അവൻ കാണുന്നത്. സോ അങ്ങനെയുള്ളതിനാണ് നമ്മൾ സിംബോളിക് പ്ലേ എന്ന് പറയുന്നത്. ഷീ ക്യാൻ പ്ലേ ദ റോൾ ഓഫ് അതേഴ്സ് ആൻഡ് പ്രിറ്റൻഡ് ടു ബി എ ഫ്രൂട്ട് സെല്ലർ ഓർ ടീച്ച് എ ഫ്ലവർ സെല്ലർ. ദിസ് കൈൻഡ് ഓഫ് പ്ലേ റിക്വയർ ദ കോഗ്നിറ്റീവ് എബിലിറ്റി ടു യൂസ് തിങ്സ് ആൻഡ് പീപ്പിൾ as symbol. It also require imagination and an ability to make believe. This play is referred to as symbolic play and is possible only as a result of development of cognitive abilities in the preschool years. സോ ഈ ഒരു സിംബോളിക് പ്ലേ ഡെവലപ്പ് ചെയ്യുന്നത് പ്രീ സ്കൂൾ ഇയേഴ്സിലാണ്. സോ കൊഗ്നിറ്റീവ് എബിലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് ഇങ്ങനെ ഒരു പ്രിറ്റൻഡ് പ്ലേ അവിടെ നടക്കുന്നത്. സോ ഞാനൊരു ഫ്രൂട്ട് സെല്ലറാണ്, അല്ലെങ്കിൽ ഞാനൊരു വെജിറ്റബിൾ സെല്ലറാണ്, അല്ലെങ്കിൽ ഫ്ലവർ സെല്ലർ, ഒരു ടീച്ചറാണെന്ന് അവൻ തന്നെ എന്ത് ചെയ്യാണ്, അത് ഇവരെല്ലാം വാച്ച് ചെയ്തിട്ട് അവൻ തന്നെ അത് പ്രിറ്റൻഡ് ചെയ്യുകയാണ്, സിംബലൈസ് ചെയ്യുകയാണ്. സോ ദ ട്രാൻസിഷൻ ഫ്രം സെൻസറി മോട്ടോർ ടു സിംബോളിക് പ്ലേ ഇസ് ബേസ്ഡ് ഓൺ ആൻ ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി ഇൻ ചിൽഡ്രൻസ് തോട്ട്. സോ ഒരു സെൻസറി മോട്ടോർ സ്റ്റേജിൽ നിന്ന് ഒരു സിംബോളിക് പ്ലേയിലോട്ട് എത്തുക എന്ന് പറയുന്നത് അവൻ്റെ കുട്ടിയുടെ ചിന്ത അനുസരിച്ചാണ്, അവൻ്റെ കോംപ്ലക്സിറ്റി, അവൻ്റെ ചിന്തിക്കാനുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് എബിലിറ്റി അനുസരിച്ചാണ് ഈ ഒരു സെൻസറി മോട്ടോർ പ്ലേയിൽ നിന്ന് സിംബോളിക് പ്ലേയിലോട്ട് എത്തുന്നത്. സോ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് കുറച്ച് പ്ലേ ബിഹേവിയേഴ്സാണ് പറയുന്നത്. സോ ഇത് നമ്മൾ ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. സോ ഇനി അടുത്തതിൽ നമ്മൾ BSc ഹോം സയൻസ് കേരള യൂണിവേഴ്സിറ്റിയുടെ സുറിയാന മാമിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. സോ അതിലുള്ള കുറച്ച് പ്ലേ ബിഹേവിയേഴ്സ് ഉണ്ട്, അതിൽ കുറച്ച് തിയറീസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സും ഉണ്ട്. സോ അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ആകും. സോ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.